എന്നും നമ്മൾ സസ്യകലാണ്. ഇന്ന് മീൻ കൊടുക്കുന്നുണ്ട്. ഇന്ന് വിജയം കൈവച്ചിരിക്കുന്നു ഗൈസ്. നിലവിൽ എനിക്ക് ഒരുപാട് പെറുക്കാനുമുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും മീൻപിടുത്തത്തിന് തന്നെ പോവുകയാണ്. മീൻ പിടിക്കാൻ വീണ്ടും പോവുകയാണ്. പക്ഷേ ഇന്ന് അളിയനെല്ലാവരും പുഴയിലാണുള്ളത്. നമ്മളെന്ന് പോയാലും മീൻ കിട്ടില്ല. എന്നോലും എന്തെങ്കിലുമാക്കി മീൻ പിടിക്കുന്നു പറയുന്നുണ്ട്. ആടെ നിന്ന് എറിഞ്ഞ് പൊളിക്കുന്നുണ്ട്. അപ്പോൾ വലയിൽ നിന്ന് മീൻ കിട്ടിയിട്ട് മാത്രമേ വിളിക്കാമെന്ന് പറഞ്ഞാൽ കിട്ടിയോന്ന് അറിയില്ല. എന്തെങ്കിലും പോയെടുക്കാം. ബാക്കിയെല്ലാം അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എന്താ പോയപ്പോൾ അവരെല്ലാം മാവിന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വലിയ എറിഞ്ഞ് തലയിട്ട മാങ്ങ എടുത്ത് മൊത്തം. ഇത് ബൈത്തിക്ക് നല്ലൊരു മാങ്ങയേക്കാ. നാന്നാ എന്നാ ക്യാച്ച്. അങ്ങനെ കൊല്ലത്തെ ഫസ്റ്റ് മാങ്ങ ഏരിയ പൊട്ടിക്കുന്നേ. കൊണ്ടുപോയിട്ട് എൻ്റെ മീൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ടാറ്റ തന്ന് ഇങ്ങനെ പോകണം. ഒറ്റ മീനാ വല. ഓക്കേ മീനല്ല തുള്ളൂലല്ലോ. ആരെല്ലാം ആക്കളോ ആരെല്ലാം കുടുങ്ങിയാലിയാ ആല് കരക്കാൻ തുള്ളിയായി. എന്നാലേ നാളെയൊക്കെ മാറ്റി വിളിച്ചിങ്ങനെ സെറ്റാക്കിയതല്ലേ നീ പിടിക്കാൻ. ദേ ആർ ട്രാപ്പ്ഡ്. അതുകൊണ്ട് പാഞ്ഞെന്ന് കറിക്കണമെന്ന് മീൻ ഫിഷിങ്. നീ പാഞ്ഞെന്ന് കുടുങ്ങിയാലേ മീൻ വഴിയിലേക്ക് കുടുങ്ങിയ മീൻ കിട്ടുന്നുണ്ടോ നോക്കിയ വീഡിയോ അല്ല എല്ലാം കിട്ടുന്നത്. എന്താ ഇതെല്ലാം കൂടി കുടിയോണ്ട് പോയി. ചെന്നം പിന്നെ അതാ പോയി. അത് പോലെ തന്നെ കുടുങ്ങാത്ത പൈസ വിമാനത്തോടു കൂടി മീനിനെ വലിച്ചു കയറ്റുന്ന അലിയൻ. എന്നും നമ്മൾ സസ്യകലാണ്. ഇന്ന് മീൻ കൊടുക്കുന്നുണ്ട്. ആളെ മാറ്റി മീനെ കിട്ടി. ഇവിടെ ഇരുമീനെ ഉണ്ടാവുള്ളൂ. ഇരുമീൻ്റെ സംസ്ഥാനം തന്നെ അറിയാം. ഇന്ന് ചീത്തറിയന്ന ഇന്ന് ഇന്ന് വിജയം കൈവച്ചിരിക്കുന്നു ഗൈസ്. ഫുള്ളും ഇരുമീൻ. ഇന്നാണ് മീൻ കിട്ടിയത്. ചന്നമിൻ്റെ മീൻ ആർക്ക് അല്ലേ ഇന്ന് പെറുക്കിയിട്ടാണ് മീൻ്റെ. ഇതാണ് മീൻ. ഇവിടെ മീൻ ഇതിവിടെ ചെരിയുന്നൊരു വീഡിയോ എടുക്കണേ. ഒരാളാണ് അത് പോയി. ഇപ്പൊ മോട് പൊക്കി പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ പൊക്കി പറഞ്ഞ കിച്ചല്ല. എന്താ താത്തി പറയത്. താത്തി പറയാറില്ല. താത്തി പറഞ്ഞ് നീ ഇത്ര നേരം വെള്ളത്തിലല്ലേ ഇനി കൈകണ്ട. മീൻ പിടിക്കാനില്ല. മീൻ പിടിക്കാൻ കാഴ്ചക്കാരനാണ്. ഇന്ന് മീൻ പിടിച്ച മൊത്തം വിലയാണ്. സാധാരണ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് നമുക്കൊരു തേങ്ങ കിട്ടില്ല. അപ്പോൾ അളി ഇന്നത്തെ ദിവസം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വില വിളിച്ച് സെറ്റാക്കി. ഇന്നാണ് യഥാർത്ഥ ഫിഷ് ഹണ്ടിങ് നടന്നത്. ഇന്ന് നമുക്ക് കുറേ മീൻ കിട്ടിക്കുന്നു. മീൻ പിടിക്കാൻ വരും, പക്ഷെ നമ്മൾ മീൻ കിട്ടില്ല. പക്ഷേ അതിനുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ വീഡിയോ അതിനൊമ്പത് വീഡിയോ ഒന്നും നമ്മൾ മീനെ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മീനിനെ കിട്ടിക്കുന്നത്. ആ മീനിനെ പിടിച്ച മൊത്തം അളിയനും കൂടെ ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ദിവസം മീനെ കിട്ടാത്തത് കൊണ്ട് ഇന്ന് മീൻ മൊത്തം സെറ്റാക്കിയതിന് ശേഷം കിട്ടിയതിന് ശേഷം അളിയനെ വിളിച്ചതാണ്. അപ്പോൾ
ഇതിലുണ്ട്. ഇന്നത്താണ് യഥാർത്ഥ ഫിഷ് ഉണ്ട്. അതിലുണ്ട് കാണിച്ചിട്ടുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അവിടെ. അടിപൊളി. ക്യാമറ ലൈറ്റാണ് വലിയ ക്ലിയർ ഇല്ലാത്തത്. നേരിട്ട് കാണാനൊക്കെ അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട്. അടുത്ത സ്ഥലത്ത് മീനെ പിടിക്കാൻ വേണ്ടി വല സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോകാം ഗേയ്സ്. അങ്ങനെ പാതിയിൽ വെച്ചൊരാൾ പോവുകയാണ്. വോളിബോൾ പ്ലെയറാണ്. ബോളേതാ ഒരു ടാറ്റാറോട് പോവോ? ഒരു ടാറ്റാറോട് പോടി. ഓക്കെ. എന്താ ഫിഷ് ട്രാപ്പ്? ഇതിൽ മീനുണ്ടോ? ഫിഷ് ട്രാപ്പ്. അടിപൊളി ഫിഷ് ട്രാപ്പാണല്ലോ. ഇതാണ് മീൻ ചത്തെടുക്കാനല്ലേ അത്. ഇതിന് മീനുണ്ട്. ഇതാണ് ഫിഷ് ട്രാപ്പ്. ഒരു കുപ്പി മുറിച്ച് തല കുത്തനാക്കിയിട്ട് ആരോ ഇട്ടിച്ചാണ് ഫിഷ് ട്രാപ്പ്. മീൻ ചാടി ചാടി രക്ഷപ്പെടുകയല്ലേ. മുട്ടം വന്ന് ഇവിടെ വന്ന് വിട്ടുക ഉണ്ട്. 3 ഒന്ന് ഇതാക്കും. ഒന്നുകൂടെ ഉണ്ടാ ആ കുടുങ്ങി അടലൊക്കെ കളിക്കുക. അതുകൊണ്ട് ആ മുക്ക് ചെറിഞ്ഞ് വന്ന് കഴിഞ്ഞ മയിലടി എറിഞ്ഞ ചെറിയ 2 മീൻ ചത്തടതാ. മീൻ എറിഞ്ഞു കൊന്ന മഹാൻ നോക്കുന്ന വണ്ടി എടുക്കാനടിയാണ്. ഇതെന്ത് മീനാടിയാ? ഉച്ചക്കല്ലയോ? ഊരി അടിക്കവനാ. പുറത്തുനിന്ന് വന്ന് കയറിയല്ലേ ഉള്ളൂന്നോ? ഉള്ളത് തന്നെ ഉള്ളത്താനെ തീരുന്നില്ല. പിന്നെ പുറത്ത് നമ്മളിന്നത്തെ പരിപാടി പറഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരുന്നു. ഇങ്ങനെ ബാഗ് എടുക്കുക, അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, ഇവിടുന്ന് ബാഗ് എടുക്കുക, ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക, ബൈക്ക് എടുക്കുക, റോഡിന് മുകളിൽ വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെയാണ് എൻ്റെ പരിപാടിയിൽ നിന്ന്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടുന്ന് വലയൊക്കെ വളച്ച് കഴിഞ്ഞാൽ 3ാമത്തെ 4ാമത്തെ സ്ഥലമാണിത്. അപ്പോൾ ഓരോരുന്ന് മീനൊക്കെ പിടിക്കാൻ വേണ്ടി അടുത്ത സെറ്റാക്കിയപ്പം ഒരു അന്തം കൊണ്ടോടാടിയിരിക്കുന്ന ഇരിപ്പാണിത്. അപ്പോൾ അച്ഛനൊക്കെ അപ്പുറത്ത് വീണ്ടും ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും വെള്ളത്തിലൂടെ ഇറങ്ങി പിന്നെ വലയാണെന്ന് കുറച്ച് മീനെ കിട്ടി വീണ്ടും പോലും വല വീണ്ടും തിരിച്ചെടുത്ത് സെറ്റാക്കി എടുത്ത് തിരിച്ചു കൊണ്ടുപോകാണ്. ചൂണ്ടലിടുന്ന ഒരു ചെക്കനെ കാണിച്ചു തരാം. അത് പറ്റിയോ? അതിനാലോ വന്ന് പിടി വലിയ തുറന്ന് കാണിച്ചിട്ടോ. അത് പിടി. മീനാ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഒക്കെ വേണമെങ്കിൽ എടുത്തോ. ആ പോട്ടെ എന്നാല്. അങ്ങനെ അവിടെ നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ എല്ലാവരും നേരെ പുഴ കൂടി തന്നെ പോയി. നമ്മൾ വേറെ വഴിക്ക് പോയിട്ട് ബൈക്ക് എടുത്തിട്ട് റോഡിന് മുകളിൽ വന്ന് വേറൊരു വീട് മുമ്പിൽ വെച്ച് അവരുടെ അടുത്തേക്ക് ഞാൻ നടന്നു പോയി കണ്ടു. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ അവരെല്ലാവരും നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞു പോയി. എന്നാണ് നമുക്ക് മീൻ കിട്ടിയത്. ആ കിട്ടിയ സാധനം കാണിക്കില്ല. അങ്ങനെ ഒരുപാട് കാലത്ത് ക്ഷീണം നമ്മൾ തീർക്കുകയാണ്. ഇനിയുണ്ട് കേട്ടോ പെറുക്കാൻ. ഇനി നിലവിൽ എനിക്ക് ഒരുപാട് പെറുക്കാനും ഉണ്ട്. എന്നാണ് നമുക്ക് മീൻ കിട്ടി. ഒരുപാട് മീൻ കിട്ടിക്കുന്നു. പ്ലാസ്റ്റിക് കുപ്പി പോലൊക്കെ തുണ്ടാന്ന് എല്ലാ സാധനവും ഇതിലുണ്ടില്ലെന്ന് ചെറുക്കെട്ടിന്നായിരുന്നു. ഈ കിട്ടിയതൊന്നും ഒന്നുമല്ല, ഇനിയുണ്ട്. അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ മീൻ പിടിക്കാനല്ല, മീൻ പിടിക്കുന്നത് കാണാനാണ് ഞാൻ വന്നത്. ഇന്ന് ഫുൾ മീൻ പിടിച്ച മൊത്തം ഓരോ പേര് കളിയാ
മീൻ പിടിച്ചാൽ പേര് എൻ്റെ പേര് വിമൽ. വിമലും മറ്റേതറിയുന്നു അജിയും രണ്ടാണ് ഫുൾ മീൻ പിടിച്ചത്. നമ്മളെ വീഡിയോ മീൻ കിട്ടാത്ത വീഡിയോൻ്റെ ദാരിദ്ര്യം കണ്ടിട്ട് ഒരു നമ്മളെ സഹായിക്കാൻ വന്ന ചില പിടിച്ച് അലിയൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഒരുപാട് മീൻ കിട്ടിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ എൻ്റെ ആക്കുകയാണ്. പിന്നെ മീൻ കൊണ്ടുപോയി നന്നാക്കി പൊരിച്ച് ചാർജ് ഉണ്ടെങ്കിൽ ഫോണിൽ ചാർജ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ സെറ്റാക്കും. അപ്പം പുഴയിൽ തന്നെ പോയി അവനാണ് മീൻ പിടിക്കാൻ വേണ്ടി ചൊക്കാൻ പിടിച്ചത്. പിന്നെ അലിയൻ 3 ഓക്കെ സോറി നമ്പർ 3 വിമൽ. കളിയുള്ള കൊണ്ട് ഓടിപ്പോയതാണ് വീഡിയോ നിൽക്കാണ്ട്. ഓക്കെ പോയിട്ടോ എന്ത് പറഞ്ഞു